കൂട്ടുകാരെ, ആൻഡ്രോയിഡ് ഫോണാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു സെക്യൂരിറ്റി ആപ്ലിക്കേഷനും കൂടി കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഞാൻ കീരൂസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോകൾ കാണുന്നത് എങ്കിൽ യൂട്യൂബിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പമുള്ള ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ ഓപ്ഷനും ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഫേസ്ബുക്കിലാണ് കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൂട്ടുകാരുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലോട്ടും എത്തിച്ചേരും. നമ്മുടെ ഫോണ് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഒത്തിരി സെക്യൂരിറ്റി മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഫിംഗർ പ്രിൻറ്റ്, പാസ്കോഡ്, ഫേസ് ലോക്ക്, പാറ്റേൺ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി മെത്തേഡുകളുണ്ട്. പക്ഷേ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ അത് അവിടെ ഇങ്ങനെ നിൽക്കും. എങ്ങനെ ഓപ്പൺ ചെയ്താലും, അതായത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ആ ടൈം മാത്രമേ കാണിക്കുകയുള്ളൂ. നമ്മളുടെ ആ സെക്യൂരിറ്റി മെത്തേഡ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മൊബൈൽ ഫോൺ അൺലോക്ക് ആവുകയുള്ളൂ. വേറെ എവിടെ തൊട്ടാലും ഫോൺ അവിടെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും. ഡിസ്പ്ലേയിലോ ഒന്നും തന്നെ ഒരു ബട്ടൺസും വർക്ക് ചെയ്യുന്നതല്ല. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാരുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷനെ. ഇപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ സ്മാർട്ട് ഫോൺ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ്, അതോടൊപ്പം തന്നെ ഫിംഗർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു വെറൈറ്റി ലോക്കിംഗ് മെത്തേഡ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. താഴോട്ട് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമിഷൻ അലോ ചെയ്യാൻ ചോദിക്കും. അത് അലോ ചെയ്ത് കൊടുക്കാം. ശേഷം കൂട്ടുകാർ ഒത്തിരി മോഡൽസുകൾ ഇവിടെ കാണാൻ കഴിയും. വേണ്ട ഒരു മോഡൽ കൂട്ടുകാർക്ക് അവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു വാച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഏതെങ്കിലും ഒരു 4 സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതാണ് നമ്മളെ ലോക്കിംഗ് മെത്തേഡ്. ഞാനിവിടെ 20, 2, 8, 14 ഇത്രയും നമ്പറുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഓക്കെ കൊടുക്കാം. ഒരിക്കൽ കൂടി അത് കൺഫേം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളത് സക്സസ്, അതായത് നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഫിനിഷ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിക്കവറി പാസ്വേഡ് ചോദിക്കും. ആ റിക്കവറി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അഥവാ നമ്മുടെ ടച്ചിങ് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ഒരിക്കൽ കൂടി കൺഫേം ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ സ്റ്റാർട്ട് ടച്ച് പാസ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ലോക്കിംഗ് മെത്തേഡ്. ഞാൻ എൻ്റെ ഫോൺ ജസ്റ്റ് ഇനി അൺലോക്ക് ചെയ്യണം. ഇപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ലോക്ക് തുറക്കുന്ന സമയത്ത് നോർമലി നമ്മളുടെ മറ്റ് ലോക്കിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫോണിൻ്റെ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഒന്നും പോകാൻ കഴിയുന്നതല്ല. ജസ്റ്റ് നമുക്ക് ലോക്ക് ചെയ്യൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി നമ്മളുടെ ലോക്കിംഗ് മെത്തേഡ് ഏതായിരുന്നു അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. 2, 8, 14, 22. സോറി, അതേ ഫോർമാറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 22, 2, 8, 14. അഥവാ നിങ്ങൾ പാസ്കോഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാക്കപ്പ് അതെന്താണോ അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഒരു പുതിയ മെത്തേഡ് ചൂസ് ചെയ്യാം. 22, 2, 8, 14. ഓക്കെ, 22, 2, 8, 14. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരിക്കൽ കൂടി ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഈ ഒരു സ്ക്രീനിലാണ് നിൽക്കുക. പിന്നെ ഇങ്ങോട്ട് പിറകിലോട്ട് പോകാൻ കഴിയില്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞു. കണ്ടോ, എവിടെ തൊട്ടാലും റോങ് പാസ്വേഡ് എന്ന് കാണിക്കുക. 22, 2, 8, 14. നമ്മുടെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ആയിട്ടുണ്ട്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.